ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ ഞാൻ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പാലൊക്കെ തിളപ്പിച്ച് വെച്ചു. അതിനു മുമ്പേ ഞാൻ ഒരു ഗ്ലാസ് ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഏത്തക്ക വാട്ടിയത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ രാവിലെ നോക്കിയപ്പം നെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് ഇതിരിപ്പുണ്ടായിരുന്നു, പാലിൻ്റെ പാട. അപ്പം ഞാൻ അതെല്ലാം കൂടെ വെച്ച് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം നെയ്യ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഏത്തക്ക വാട്ടിയത്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും മതിയെന്ന് പറഞ്ഞു. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് കിച്ചുവും ഇക്കായും റെസ്റ്റോറൻറ്റിൽ പോയി. ഞാനും അമ്മും ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അമ്മുവിൻ്റെ പാസ്പോർട്ട് നമ്മൾ റിന്യൂവൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അക്കു ആണെങ്കിൽ പിങ്കിയുമായിട്ട് കളിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ മാറി ജൂലിയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മു ആണെങ്കിൽ കുറച്ച് സമയം കിട്ടിയാൽ മതി, ഉടനെ പടം വരയ്ക്കാൻ പോകും. അങ്ങനെ പടം വരച്ച് ഒരു ബുക്ക് മൊത്തം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇനി വരയ്ക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിങ്കിയായിട്ട് കളിച്ച് പിങ്കി ലാസ്റ്റ് അക്കുവിൻ്റെ വയറിൻ്റെ മുകളിലേക്ക് ഇരുന്നല്ല സുഖമായിട്ട് കള്ളിപ്പെണ്ണ് സുഖിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആരുടെയെങ്കിലും വയറിൻ്റെ മുകളിലൊക്കെ കയറി കിടന്ന് ഉറങ്ങാൻ. പിന്നീട് ഞാൻ വിചാരിച്ചു ലഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചക്കക്കുരും അതുപോലെ തന്നെ കിഴങ്ങും ഉള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അങ്ങനെ മുട്ടയൊക്കെ എടുത്തു വെച്ചു, തൈരൊക്കെ എടുത്തു വെച്ചു. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ പപ്പടം ഇങ്ങനെ ചെയ്തുണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇടുക. ഇങ്ങനെ ചെറിയ പപ്പടം ചെറിയ പീസായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. മാങ്ങായും തൈരും കൂടെ അടിച്ചുണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പച്ച മാങ്ങായും തൈരും കൂടെ അടിച്ചുണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പപ്പടം, പിന്നെ ഇത് അച്ചാറാണ് കേട്ടോ. പിന്നെ ഞാനിതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. നമ്മുടെ തേങ്ങായും അരച്ച് മത്തിക്കറി, പിന്നെ സാമ്പാർ, ഓംപ്ലേറ്റ്, അങ്ങനെ തൈര് വെച്ച് ഉണ്ടാക്കിയ കറി, അങ്ങനെ ഒരുപാട് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെയും പിങ്കിയുമായിട്ട് കളിക്കുവാണ് അക്കു കേട്ടോ. അക്കുവും പിങ്കിയും കൂടെ ഭയങ്കര കൂട്ടാണ്. ഇവർ തമ്മിൽ ഫ്രണ്ട്സിനെ പോലാണ് കേട്ടോ. അത് കാരണം അക്കു എവിടെ പോയിരിക്കുന്നോ അവിടെ വന്ന് പിങ്കി ഇരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കായും ജൂലിയും കൂടെ ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പോഴേക്ക് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇതിനെയും കൊണ്ട് എവിടെ വലിച്ചുകൊണ്ട് പോകുന്നത്, വരുന്നതേ ഇല്ല. ഞങ്ങൾക്ക് കഷ്ടമാണ് കൊണ്ടുപോകാൻ. ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്, കേരളത്തിലോട്ട്. അപ്പോഴേക്കും ഇതിനെ ഇവർ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഒരിടത്ത് നോക്കാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കാറിൽ വിളിച്ചിട്ടൊന്നും ഇത് കയറുന്നില്ല. നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, ഞങ്ങൾക്ക് അതിനേക്കാട്ടിലും വിഷമമുണ്ട് കേട്ടോ. നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും കൊടുക്കാൻ. ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലാണ് ഞങ്ങൾ കാണുന്നത്. അവർക്ക് വല്ലാത്തൊരു സ്നേഹമാണ് നമ്മളോട്. അങ്ങനെ വഴിക്ക് പിന്നെ ഞാനോർത്ത് യൂണിഫോമും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്മൂൻ്റെ അളവെടുക്കാൻ വേണ്ടി സ്റ്റിച്ചിങ് കടയിൽ പോവാണ്. അപ്പോൾ കൊടുത്തിട്ട് പോകാമെങ്കിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേന് യൂണിഫോം ഒക്കെ നല്ല സ്റ്റിച്ച് ചെയ്ത് വെക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അളവൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ കാറിൻ്റെ അടുത്തോട്ട് വന്നൊരു ജൂലിമോൾ ഇരിക്കുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഇപ്പോൾ ചാടി വരും കേട്ടോ. ഗ്ലാസ് തുറന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഗ്ലാസ് കയറ്റിയിട്ട് ഇപ്പുറത്ത് ഇറങ്ങി വരും. റോഡല്ലേ, വണ്ടി വരുന്നതല്ലേ. അങ്ങനെ പിങ്കി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടു കൊടുക്കാൻ പോകുന്ന വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിന് ഒരാൾക്ക് 500 വെച്ചാണ് ഒരു പൂച്ചയ്ക്ക് കേട്ടോ നോക്കാൻ കൊടുക്കുന്നത്. നമ്മൾ എത്ര ദിവസം നോക്കാൻ കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കണം. പക്ഷേ അവർ നല്ല വൃത്തിയായിട്ട് നോക്കും. നമ്മൾ വീട്ടിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതുങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കഷ്ടമല്ലേ. അത് കാരണമാണ് ഞങ്ങളിവിടെ പോകുമ്പോൾ എല്ലാം നോക്കാൻ കൊടുത്തിട്ട് പോകും. കാരണം ഇത്രയും ദൂരെ ഞങ്ങൾ കാറിലാണ് കേരളം വരെ പോകുന്നത്. അപ്പോൾ ഇത്രയും ദൂരെ പൂച്ചയെ കാറി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് കാരണമാണ് ഞങ്ങളിവിടെ നോക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് വിഷമമുണ്ട്, എന്നാലും എന്ത് ചെയ്യാനോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്പൂൺസി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ അൽഫാം മാസ്റ്റർ. അപ്പോൾ ഞാൻ അൽഫാം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദീദി എന്നെ വീഡിയോ എടുക്കാവോ എന്ന് ചോദിച്ചത് കാരണമാണ് ഞാൻ ജസ്റ്റ് അവനെ ഒന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് ദാഹിച്ചു. ഞാനൊരു ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ കൗണ്ടറിൽ ഇരുന്നു. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. പിന്നീട് കുറേ നേരം ഞാൻ റീൽസൊക്കെ എടുത്തു കേട്ടോ. കൗണ്ടറിൽ കയറിയിരുന്ന് കുറേ റീൽസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മു ആണെങ്കിൽ പാലപ്പവും ബീഫ് കറിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മു കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മു എനിക്ക് വായു വെച്ച് തരുന്നുണ്ട്. കൗണ്ടറിൽ വന്നിരുന്ന അമ്മു എനിക്കൂടെ വെച്ച് തരാണ്. അതൊക്കെ കഴിച്ചപ്പോഴേക്കും കിച്ചു വന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ കിച്ചു പിന്നെ കൗണ്ടറിൽ ഇരിക്കത്തില്ല, കിച്ചു ഇറങ്ങി ഓടിക്കളയും കേട്ടോ. അങ്ങനെ ഇക്കായും കണക്കൊക്കെ എഴുതുകയാണ്. അപ്പോൾ ഇക്ക കണക്ക് എഴുതിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക കണക്കൊക്കെ എഴുതി കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അക്കുനെ അമ്മുനെ റെസ്റ്റോറൻറ്റിൽ ഇരുത്തി
നിർത്തിയിട്ട് കിച്ചുവിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞാൻ ഇക്കായും കൂടെ എവിടെയാണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അക്കു അമ്മുവാണ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നത്. കിച്ചുവിനൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ ദിവസമായിട്ട് അവൻ പോയി വാങ്ങിച്ചോ പറഞ്ഞിട്ട് അവന് ഞാനും ഇക്കായും ഇല്ലാതെ അവൻ പോയി വാങ്ങിക്കത്തില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരികയാണ്. ഞങ്ങൾക്ക് 3 പേർ കൂടെ ഒരുമിച്ച് എങ്ങോട്ടും ഇറങ്ങാനും പറ്റത്തില്ല, കാരണം നമ്മുടെ ഷോപ്പ് നോക്കാൻ ആരെങ്കിലും വേണ്ടേ. അങ്ങനെ വന്നത് കിച്ചുവിനൊരു ഷൂ മേടിക്കാനായിരുന്നേ വന്നത്. അപ്പോൾ കിച്ചുവിന് സ്വന്തമായിട്ട് കിച്ചു സെലക്ട് ചെയ്തൊന്നും എടുക്കത്തില്ല, എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കാരണമാണ് ഞാൻ പറഞ്ഞു നീ സ്വന്തമായിട്ട് പോയി വാങ്ങിച്ചു പറഞ്ഞാൽ കേൾക്കത്തില്ല, ഉമ്മി വന്നാലേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി ഞാനൊരു ഷൂ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവന് സോക്സ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സോക്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇക്കായ്ക്കും സോക്സ് വേണമെന്ന് പറഞ്ഞു സോക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങണം. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കി കൊല്ലുവാണ് കിച്ചു കേട്ടോ. ഉമ്മയ്ക്ക് എപ്പോഴും ഒരു വീഡിയോ എടുപ്പേ ഉള്ളൂ, എവിടെ പോയാലും വീഡിയോ എടുപ്പാന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. എന്തിനാ അറിയാം, നമ്മൾ കേരളത്തിലോട്ട് പോകുമല്ലേ, അപ്പോൾ നമുക്ക് കാറിൽ അവിടം വരെ പോകുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലേ, കാറിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ വഴിക്കൊന്നും നിർത്തണ്ടല്ലോ, കുറേ സ്നാക്സ് വെച്ച് വാങ്ങിച്ചു. എനിക്ക് തന്നെ അറിയത്തില്ല. അന്നേരം ആ കടയിലത്തെ ആൻറ്റി പറയും കടയോട് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത്, കളിയാക്കുവാണ് ഇട്ട്. അപ്പോൾ ആൻറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന ആൻറ്റിയാണ് കേട്ടോ, നമ്മൾ റെഗുലർ കസ്റ്റമറായിട്ട് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാറിൽ ഇരുന്ന് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടി. ചെന്നൈയിൽ നിന്ന് കേരളം വരെ വരുമ്പോൾ ഒരുപാട് ലോങ് അല്ലേ, 12 മണിക്കൂറുണ്ട് കേട്ടോ. അത് കാരണമാണ്. അങ്ങനെയെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അവിടെ പോയി അക്കുനെയും അമ്മുനെയും വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അക്കുനെയും അമ്മുനെയും വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്ന് ഫുഡും എടുത്തുകൊണ്ടാണ് വന്നത്, നമ്മൾ ഷോപ്പിൽ നിന്ന് ഫുഡും എടുത്തുകൊണ്ടാണ് വന്നത് നമ്മുടെ കടയിൽ നിന്ന്. ഞാൻ നേരത്തെ പോയതുകൊണ്ട് ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വന്നാണ് ഇപ്പോഴാണ് ലൈറ്റൊക്കെ ഇടുന്നത്. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. കയറി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. കാരണം മറ്റേത് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ജൂലിയും പിങ്കിയും ഒക്കെ നമ്മുടെ അടുത്തോട്ട് ഓടി വരത്തില്ല, ഇന്ന് ആരുമില്ല. അങ്ങനെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഒരു കപ്പ് ജ്യൂസ് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ച്. പക്ഷേ കടയിൽ നിന്ന് പൊറോട്ടയും അൽഫാമും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചില്ലി ചിക്കനും. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ്. ഇതൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാലൻസ് വരുന്നതൊക്കെ നമ്മുടെ പൊന്നൂന് ഇട്ട് കൊടുക്കുക. പൊന്നു ആരാന്നറിയാവും, പട്ടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പട്ടി നമ്മളെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കും. അങ്ങനെ അക്കു കഴിച്ചതിൻ്റെ ബാക്കി ബാലൻസ് എല്ലാം പൊന്നൂന് ഇട്ട് കൊടുക്കാൻ വേണ്ടി താഴോട്ട് നോക്കുകയാണ്. പൊന്നൂന്ന് വിളിച്ചപ്പോൾ ഓടി വരുന്ന കണ്ടില്ലേ, വിളിച്ചാൽ അതിനറിയാം ഓടി വരും കണ്ട. അങ്ങനെ പൊന്നൂന് അതിൻ്റെ LVs ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.